Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗിക വിവാദം രാഷ്ട്രീയ കേരളത്തിൽ മറ്റൊരു പോർമുഖം തുറക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ലൈംഗികാപവാദ കേസിൽപ്പെട്ട സഹപ്രവർത്തകരെയും നേതാക്കളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ പിണറായിയെപ്പോലെ വേറൊരു നേതാവ് ഇന്ത്യയിൽ തന്നെയില്ലെന്നാണ് വിമർശനത്തോട് VD സതീശന്റെ പ്രതികരണം. വടകരയിൽ വഴി തടഞ്ഞ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച DYFI പ്രവർത്തകരെ ഷാഫി പറമ്പിൽ MP റോഡിലിറങ്ങി വെല്ലുവിളിച്ചതും പുതിയ രാഷ്ട്രീയ പ്രമുഖത്തിന്റെ ആഴം അടയാളപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന്റെ കുന്തമുന പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും തിരിച്ചുപിടിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു സ്വീകരിച്ചത്. ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നുകളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ്. ഇത്തരം പ്രവർത്തനം നടത്തുന്നയാൾ MLA സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാന്യതയെ തന്നെ ഇല്ലാതാക്കുന്ന രാഹുലിനെ പോലെ ഒരാളെ ന്യായീകരിക്കുന്ന നിലയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത്. വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് കോൺഗ്രസിലുള്ളത്. രാഹുലിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിലെ ആ വികാരം ഉൾക്കൊള്ളാതെ എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന ചോദ്യം. യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടിയും ഉടനെ എത്തി. രാഹുലിനെതിരെ പരാതിയില്ല, FIR-ഉമില്ല. എന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ കോൺഗ്രസ് നടപടിയെടുത്തു. ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട 2 പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ട്. ഒരു സീനിയർ MLA-യുടെയും മുൻ മന്ത്രിയുടെയും വാട്സാപ്പ് ചാറ്റുകൾ 2.5 വർഷമായി കറങ്ങി നടക്കുകയാണ്. തനിക്കെതിരെ മുഖ്യമന്ത്രി ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 4 വിരൽ സ്വന്തം നെഞ്ചിലേക്കാണ് ചൂണ്ടുന്നതെന്നും സതീശൻ തിരിച്ചടിച്ചു. ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ, FIR ഇല്ലാതെ, ധാർമ്മികതയുടെ പേരിൽ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്. പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. ഇതിനിടെ രാഹുൽ വിവാദത്തിൽ പുതിയ നിലപാടുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി നൽകിയത് സ്ഥാനാർത്ഥി ടിക്കറ്റ് മാത്രമാണ്. MLA സ്ഥാനം പാലക്കാട്ടെ ജനങ്ങൾ നൽകിയതാണ്. MLA സ്ഥാനം രാജിവെക്കണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് തീരുമാനിക്കാമെന്നതാണ് സണ്ണി ജോസഫിന്റെ പുതിയ വാദം. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കുറ്റത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. രാഹുലിനെതിരെ നിയമപരമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കം. രാജിയില്ലാത്ത രാഹുകാലം കേരള രാഷ്ട്രീയത്തെ ഇനി എങ്ങോട്ട് നയിക്കും? ഇതൊരു ധർമ്മയുദ്ധമാണോ എന്നാണ് ചോദ്യം. ജിമ്മി, ഇപ്പോൾ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ ധാർമ്മികത ആരാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നൊരു വെല്ലുവിളി പരസ്പരം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധർമ്മയുദ്ധമായിട്ട് ഈ ഏറ്റുമുട്ടലിനെ കാണുന്നുണ്ടോ? ധാർമ്മികതയില്ല, ധർമ്മയുദ്ധവുമില്ല, അധർമ്മയുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ കണ്ട് കേരളം ഞെട്ടുന്നു. വളരെ ആത്മാർത്ഥമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമൊക്കെ ഞെട്ടി എന്നാണ് ഞാൻ ശരിക്കും വിചാരിക്കുന്നത്. അവിടെ നിന്നൊക്കെ മാറി ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ക് തീർക്കലായി മാറിയിരിക്കുകയാണ്. കാണിച്ചു തരാം, എനിക്കൊന്ന്, അങ്ങനെയാണെങ്കിൽ നിനക്ക് 10, നിനക്ക് 10 ആണെങ്കിൽ എനിക്ക് 100 പറഞ്ഞാൽ ഞാൻ തിരിച്ചൊരു 1000. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെളിവുകൾ തപ്പി നടക്കുകയാണ്. പഴയ രേഖകൾ സംഘടിപ്പിക്കുകയാണ്. കൂടുതൽ പരാതിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയല്ല ഒരു കേസ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത് ഡീല് ചെയ്യേണ്ടിയിരുന്നത്, അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നത്. ഇപ്പം നോക്കൂ, BJPയുടെ നേതാവ് C കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം എന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്ത, ആ വാർത്ത 10-15 വർഷം മുമ്പ് ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റ് ദി എഡിറ്ററിൽ നമ്മൾ പറയുകയും ചെയ്തു, ഇതാണോ വരാൻ പോകുന്നതെന്ന്. അത് തന്നെ വരികയും ചെയ്തു. ആ കാര്യത്തിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പരാതിക്കാരിയാണ് പുറത്തു കൊടുക്കേണ്ടത്. പക്ഷേ പല തവണയായി പരാതി പോയ കോടതിയിൽ ഈ കേസ് പോയി. ആ കേസിനകത്ത് അന്നത് സെക്ഷൽ അസോൾട്ടല്ല, ഫിസിക്കൽ അസോൾട്ടായിട്ടാണ് കോടതിയിൽ വന്നത്. ഫിസിക്കൽ അസോൾട്ടിൽ തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയ കേസാണ്. ഇനി അതിനകത്ത് ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടായിരുന്നു, അത് പുതിയ സെക്ഷൽ അസോൾട്ടാണോ എന്നുള്ളതൊക്കെ പരാതിക്കാരിയുടെ കൂടെയുള്ള ആളുകളാണ് പറയേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്ത പരാതിയിൽ അങ്ങനെ ഒന്നുമില്ല. വളരെ വേഗമായിട്ട് ഇയേഴ്സ് ബാക്ക്
എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു പരാതിയാണ്. ഇത് വായുവിൽ നിർത്തുന്ന വായുവിലുള്ള അടിയാണ്. ഇങ്ങനെയല്ല, ഇത് കണക്ക് തീർക്കാൻ വേണ്ടിയുള്ളതാണ്. ആ വാർത്ത വന്ന് പെട്ടെന്ന് തന്നെ നോക്കൂ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു. ഇത് കണക്ക് തീർക്കലിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഉണ്ടയില്ല വെടിയായി വെറും മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു ആരോപണമായി അത് അവസാനിക്കുകയും ചെയ്തു. കേരളത്തിൽ എത്ര മന്ത്രിമാർ, 5 or 6 മന്ത്രിമാർ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്, പി ടി ചാക്കോ മുതൽ. പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, ഇവരെല്ലാവരും രാഷ്ട്രീയത്തിൽ തലയുയർത്തി തിരിച്ചു വന്നിട്ടുണ്ട്. പി ടി ചാക്കോയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ മരിച്ചു പോയതുകൊണ്ട് അങ്ങനെ ഒരു കംബാക്ക് ഉണ്ടായില്ല എന്ന് പറയാം. പക്ഷേ ബാക്കി എല്ലാവരും മന്ത്രിമാരായിട്ടൊക്കെ തന്നെ വന്നാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൽ 2 മന്ത്രിമാരും നിൽപ്പുണ്ട്. കേരളത്തിൽ ഉയർന്നിട്ടുള്ള ഒരു ലൈംഗിക കേസുകളും തെളിയിക്കപ്പെടുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കാര്യത്തിൽ. വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടി കേസ്, PJ ജോസഫിൻ്റെ കേസ്, KB ഗണേഷ് കുമാറിൻ്റെത് ഫോട്ടോകളടക്കം പുറത്തു വന്നു. വീട്ടിനകത്തുള്ള അതിക്രമമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടില്ല. പിന്നെ നമുക്കറിയാവുന്ന കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഓർമ്മയിലെ 2 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര ബിന്ദുവായി നിന്ന 2 സംഭവങ്ങൾ, അത് സരിതയുടേതാണ്. 2 സ്വപ്നയും ആ രീതിയിലുള്ളൊരു ആരോപണം ഉന്നയിച്ചതാണ്. സരിത കേസിന് സമയത്തൊക്കെ കേരളം ഇളകി മറിഞ്ഞതാണ്. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. പക്ഷേ ഞാൻ സരിത കേസിൽ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും കള്ളമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഓർക്കുന്നില്ലേ, സരിതയുടെ 22 പേജുള്ള കത്ത് അത് 22 ആണോ 26 ആണോ 28 ആണോ, ആ കത്ത് പുറത്ത് പോകാതിരിക്കാനുള്ള ശ്രമം, കത്തിലെ ചില പേജുകൾ ഒഴിവാക്കാനുള്ള ശ്രമം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക, അതിനുശേഷം ആ കേസ് പൊടി പോലുമില്ലാതെ അവസാനിക്കുകയും ചെയ്യും. ഈ കേസുകൾ ഒരറ്റം വരെ എത്തിക്കാൻ ആർക്കും താല്പര്യമില്ല. അത് അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അധർമ്മ യുദ്ധമാണ് കേരളത്തിൽ എല്ലാ കാലത്തും സ്ത്രീ വിഷയത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാം ഇവർ ഉപയോഗിച്ചിരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി മാറാൻ പോവുകയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിഷയം എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങൾ പക്ഷേ നേരെ തിരിച്ചാണ് പറയുന്നത്. ഈ സരിതയുടെ ആരോപണങ്ങൾ അവസാനം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരികയും അവരെല്ലാവരും പല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഓഡിയോ ശബ്ദരേഖകൾ ഇന്നും നമുക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കാണാം. എനിക്ക് പൈസ തരാമെന്ന് പറയുന്നു, ആ പൈസ ഞാൻ തരില്ല എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു, നിങ്ങൾ വേറൊരാളോട് ചോദിക്കൂ പറയുന്നു, അയാളെ വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അവസാനം പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായി ആ കേസ് വേറൊരു രീതിയിൽ അങ്ങ് അവസാനിച്ചു. അവരുടെ ദൃശ്യങ്ങൾ ദുരൂഹമായ ചില സോഴ്സുകൾ ലീക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് കേസ് അവസാനിച്ചത്. സ്വപ്ന സുരേഷ് ആണെങ്കിലോ 3 പ്രധാനപ്പെട്ട കേരളത്തിലെ CPM നേതാക്കൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവരെന്താ ചെയ്തത്? അപ്പോൾ പാർട്ടി പെട്ടെന്ന് തടികുടഞ്ഞെഴുന്നേറ്റിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം, അതെ പാർട്ടി അനുവദിച്ചിരിക്കുന്നു. എന്നിട്ടോ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പ്രതികരണം, അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് അവരെ ഇനി കൂടുതൽ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ 3 പേരും പരാതി കൊടുത്തില്ല, അതും അവസാനിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിക്കുന്ന കേസുകൾ, ആർക്കും താല്പര്യമില്ലാത്ത കേസുകൾ, ഇപ്പോൾ ഇവിടെ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ എങ്ങനെ അതൊരു ആയുധമാക്കി മാറ്റാമെന്ന് ഇടതുപക്ഷം ആലോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു പണി എങ്ങനെ കൊടുക്കാം, BJPക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാം എന്ന് തിരിച്ചാലോചിക്കുന്നു. ഇന്ന് ഷാഫി പറമ്പിൽ MPക്കെതിരെയുള്ള വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. സത്യത്തിൽ കൈവിട്ടു പോകുന്ന പ്രതിഷേധങ്ങൾ. എന്താണ് ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ, പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ CPM പറയാൻ ശ്രമിക്കുന്നത് എന്താ? ഇവർ 2 പേരുമാണ് അദ്ദേഹത്തിൻ്റെ MLA പദവിക്ക് തടസ്സമായതാണോ? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ 4 വിരലുകൾ നിങ്ങൾക്ക് നേരെ ചൂണ്ടും. നിങ്ങളുടെ ഭാഗത്തു നിന്നും MLAക്കെതിരെ പ്രശ്നം വന്നപ്പോൾ, പ്രധാനപ്പെട്ട ആൾക്കെതിരെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, അഥവാ ചെയ്ത പോലെ വരുത്തിയിട്ട് അവരെയൊക്കെ തിരിച്ച് പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നേ വെറുതെ ഒരു ഷോ കാണിക്കാനായി ഇന്ന് ഷാഫി പറമ്പിൽ MPക്കെതിരെ ആക്രോശിച്ച് ആഞ്ഞെടുക്കുകയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ്സുകാർക്ക് ദേഷ്യം മാധ്യമപ്രവർത്തകരോടാണ്. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടർ TV എന്തോ ചെയ്തതുപോലെ നമുക്കെതിരെയാണ്. ഇങ്ങനെ തെരുവിൽ അധർമ്മ യുദ്ധം നടത്തി ഈ വിഷയം എങ്ങനെയെങ്കിലും പരമാവധി കത്തിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്ന ആളുകൾ. അതിനിടയ്ക്ക് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പുതിയൊരു ടേൺ വരുന്നത് പോലെ പറഞ്ഞു, ഞാൻ ഒരു CPM കരുതിയിരുന്നോ BJP കരുതിയിരുന്നോ എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. ഈ ചില സിനിമകൾ വരുന്നതിന് മുമ്പ് വളരെ വലിയ പ്രതീക്ഷയോടെ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നൊക്കെ പറഞ്ഞ് വന്നാൽ ജനങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. പടം അത്യാവശ്യം നല്ലതാണെങ്കിൽ പോലും ആ പടം പൊട്ടിപ്പോകും. അതേ അവസ്ഥയാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്നുണ്ടായത്. ആദ്യത്തേത് കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം അങ്ങനെ കൃത്യമായി പറഞ്ഞില്ല, കാരണം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴേക്കും അത് കെട്ടടങ്ങിയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആരോപണം വളരെ ഗുരുതരമായ കാര്യമാണ്. 2019 മുതൽ 2024 വരെ കേരളത്തിലെ
സർക്കാർ സ്വകാര്യ ഏജൻസിക്ക് കോൺട്രാക്റ്റ് കൊടുത്ത ആംബുലൻസുകളുടെ കോൺട്രാക്റ്റിന് 514 കോടിയായിരുന്നു. ഇതേ കമ്പനിക്ക് ഇപ്പോഴുള്ള ഇനി അങ്ങോട്ടുള്ള 5 വർഷം അതേ നമ്പർ ഓഫ് ആംബുലൻസിന് കോൺട്രാക്റ്റ് തുക 293. വി ഡി സതീശൻ ചോദിക്കുന്നത് എങ്ങനെയാണ് 514 കോടി 5 വർഷം കഴിയുമ്പോൾ 293 കോടിയായി കുറയുന്നത്? അപ്പോൾ ആദ്യം കൊടുത്ത പണം വളരെ കൂടുതലായിരുന്നില്ലേ? നമുക്ക് ഓർമ്മയുണ്ടാകും, അന്ന് ഇത് വളരെ വലിയ വിവാദമായിരുന്നതാണ്. ഇപ്പോഴാണ് അതിന് ബാക്കി തെളിവുകൾ കൂടി വരുന്നത്. പക്ഷേ അതൊന്നും ഏൽക്കുന്നില്ല. കാരണം വി ഡി സതീശൻ പറഞ്ഞു വെച്ച ഒരു സാധനം എന്തോ ഭയങ്കര ബോംബ് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഈ ജെന്യുവനായിട്ടുള്ള ആരോപണം പോലും ഇന്ന് ആരും ശ്രദ്ധിക്കാതെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ 1-ന് 10, 10-ന് 100, 100-ന് 1000 എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ അണിയറ കഥകൾ തപ്പി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇത്രയും നാണം കെട്ട മലീനസമായ ഒരു രാഷ്ട്രീയ പരിപാടിയിലേക്ക് എല്ലാവരും പോകുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാതിരാത്രി ഇവരൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ടോർച്ചടിച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയല്ല കേരളത്തിൽ രാഷ്ട്രീയം കളിക്കേണ്ടത്, ഇങ്ങനെയല്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ ഇന്ന് കേരള സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. കേരള സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. ശരി, കേസെടുത്തിരിക്കുന്നു. കേസിൽ പരാതിക്കാരിയുണ്ടോ, കേസിൽ ആർക്കെങ്കിലും മൊഴിയുണ്ടോ, അത് മുന്നോട്ട് വരട്ടെ. അത് ആ വഴിക്ക് പോകണം, അതവിടെ അവസാനിപ്പിക്കണം. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടയില്ലാ വെടികൾ വെക്കുകയും മറ്റ് ജനപ്രതിനിധികളെ വഴിയിൽ തടയുകയും വിത്തുകാളയുമായുള്ള പ്രകടനം, നാളെ ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസ് തിരിച്ച് പാലക്കാട് വിത്തുകാളയുമായി തിരിച്ചൊരു പ്രകടനം നടത്താൻ പോകുന്നതാണ്. ഇത് എന്തൊരു നാണക്കേടാണ്! ഇങ്ങനെയാണോ? കഴിഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഥ വരെ CPM-ഉം BJP-യും അതുപോലെ തന്നെ കോൺഗ്രസുമൊക്കെ ഒരു തരത്തിലും ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ അംഗീകരിക്കുക ആദ്യം. ഇത് ഒരു പുതിയ സാഹചര്യമാണെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ആ പുതിയ സാഹചര്യത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ശരി. ഇനി ഈ കേസിൽ അന്വേഷണം വരട്ടെ, തെളിവുകൾ വരട്ടെ, അതുവരെ കാത്തിരിക്കൂ. അതിന് പകരം പഴയ കഥകൾ എടുത്തുകൊണ്ട് വരിക, ചില ദുസ്സൂചനകൾ കൊടുത്തുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തുക. ഇങ്ങനെയല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു തവണ കൂടി വളരെ ഗൗരവമായി ഉയർന്നു വരുന്ന സ്ത്രീ പീഡന ചർച്ചയെ, ഒരു സ്ത്രീ, സരിതയുടെ കേസ് ഞാൻ കാണുന്നത് വ്യവസായ രംഗത്തേക്ക് ഒരു സ്ത്രീ വന്നാൽ അവരെങ്ങനെയൊക്കെ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമായിട്ടാണ്. സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ ഒരാവശ്യം വന്നാൽ വളയും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ്. ഇത് രണ്ടും എങ്ങും എത്താതെ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാജ ആരോപണങ്ങൾക്കിടയിൽപ്പെട്ട് ശരിയായ ആരോപണങ്ങൾ ഇല്ലാതായതുപോലെയാണ്. അതുപോലെ ഈ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും അങ്ങനെ ഇല്ലാതായി പോകേണ്ടതല്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും സാങ്കല്പിക കഥകളും വാരി എറിഞ്ഞ് ഇതുകൂടി നിങ്ങൾ ഇല്ലാതാക്കാൻ പോവുകയാണ്. കാരണം ഇവരുടെ ആഗ്രഹം തൽക്കാലം ഇതിനകത്തുനിന്നൊരു ഡൈവേർഷനാണ്. കോൺഗ്രസിന് അത്യാവശ്യം വേണ്ടത് അപ്പുറത്തേക്കുള്ള 2 പെണ്ണ് കേസ് വേണം, 2 പെൺ കഥകൾ വേണം. ആ കഥകൾക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. CPM-ന് ഈ കഥയിൽ കൂടുതൽ തെളിവുകൾ വേണം. തൽക്കാലത്തേക്ക് എന്തിനാണ്, അടുത്ത ഇലക്ഷൻ ഇയറാണ്, അത് കത്തി നിർത്തിക്കുക എന്നതിനപ്പുറം ഒരു ആത്മാർത്ഥതയുമില്ല. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ സരിത കേസിൽ, സ്വപ്ന സുരേഷ് കേസിൽ ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ എങ്ങുമല്ലാതെ പോയി. അന്ന് ആരോപണം ഉന്നയിച്ച ആരെങ്കിലും മാപ്പ് പറഞ്ഞു? എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞു? കേരളത്തിൽ ഏതെങ്കിലും ആരോപണങ്ങൾ തെറ്റിപ്പോയാൽ അത് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുമോ? ഇല്ലല്ലോ. അവരടുത്ത വിഷയത്തിൻ്റെ പുറകെ പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് KM മാണിക്കെതിരെ വളരെ വലിയ ആരോപണമുണ്ടായി. ആ ആരോപണത്തിൽ നടത്തിയ ആളുകൾ KM മാണിയുടെ പാർട്ടിയെ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ശരി, അത് രാഷ്ട്രീയമാണ്. അന്ന് നിങ്ങൾ ഉന്നയിച്ച ആരോപണം ആരോട് ചോദിക്കാൻ? ആരോപണങ്ങൾ ഉന്നയിക്കാനല്ലാതെ ആ ദിവസത്തെ അന്നത്തെ അന്നം എന്നുപോലെ അടുത്ത 4 മാസത്തെ രാഷ്ട്രീയ ലാഭമല്ലാതെ ഒരു ആരോപണങ്ങളുടെക്കും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് 5-6 ദിവസമായി. ജനം അടുത്ത് കളഞ്ഞിട്ട് പോകും. അതോടുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഈ കേസും അവസാനിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കേസും അവസാനിക്കും എന്ന് മാധ്യമങ്ങളും ജനങ്ങളും അടുത്ത വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. പുതിയ വാർത്തകളൊന്നും വരാതിരിക്കുന്നതോടുകൂടി ഈ വിഷയം തീരും. വളരെ സ്മൂത്തായി ഈ കേസും അവസാനിക്കും. ഒരു രാഷ്ട്രീയ നേതാവ് കൂടി വില്ലാളി വീരനായി തിരിച്ചു വരും. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ കോപ്രായം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ വിഷയത്തിൽ ഇനി പരാതിക്കാരിയുടെ മൊഴി വരണം, പോലീസ് അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതുവരെ ജനുവിനായ ആരോപണങ്ങൾ, ജനുവിനായ വിഷയങ്ങൾ ഉന്നയിക്കാൻ ദയവായി ശ്രമിക്കുക. ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ച ആംബുലൻസിൻ്റെ ആരോപണം ഒരു പ്രത്യാരോപണങ്ങൾ മുങ്ങിപ്പോകേണ്ടതല്ല. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അദ്ദേഹം ഒരു തവണ കൂടി വാർത്താ സമ്മേളനം നടത്തി കൂടുതൽ തെളിവുകളുമായി ഒന്നുകൂടെ വരണം, അത് വിശദമായി പറയണം.
അതല്ലാതെ സി കൃഷ്ണകുമാറിൻ്റെ 15 വർഷം പഴയ കേസെടുത്തിട്ട് അതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇളക്കി വിടലല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പുകമറയുടെ ആവശ്യമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അരുൺ, ഇപ്പോൾ നടക്കുന്ന ധർമ്മയുദ്ധമാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ, ധർമ്മയുദ്ധമേ അല്ല എന്നുള്ളതാണ്. CPM കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു, കൂടുതൽ നേതാക്കൾക്കെതിരെ ആരോപണമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നു, അവിധത്തിൻ്റെ കഥകൾ തേടിയ ഒരു ഭാഗം. മറുഭാഗത്ത് കോൺഗ്രസ് കൂടുതൽ നേതാക്കൾ BJPയിലും CPMയിലും അവിഹിതത്തിൽപ്പെട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നു. ഇത് അവിഹിത യുദ്ധത്തിൻ്റെ സമയമേ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തെ മാസങ്ങളിൽ അന്ന് വലിയ രീതിയിൽ സോളാർ വലിയ സമരമായിട്ട് കത്തി നിന്നൊരു സമയമുണ്ടായിരുന്നു. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി തുടങ്ങാൻ വന്ന ഒരു വനിത എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിഷയത്തെ എത്ര പെട്ടെന്നാണ് ഒരു ലൈംഗികാരോപണ വിഷയമായി അന്ന് മാറ്റിയത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM വളരെ ശക്തമായിട്ട് ആളിക്കത്തിച്ചു. ഒടുവിൽ അതിൻ്റെ ഫലമൊക്കെ ഉണ്ടായി. അങ്ങനെ രണ്ടാമത്തെ ഒരു ടേം ഉമ്മൻചാണ്ടി സർക്കാരിൽ നിഷേധിക്കപ്പെട്ടു. പക്ഷേ നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതേസമയം ഭരണപക്ഷം അത് വളരെ വ്യക്തമായും വളരെ കൗശലത്തോടു കൂടി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാത്തരം ആരോപണങ്ങളെയും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞാനിതിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറയാം. ഇന്നിപ്പോൾ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ സംഭവിച്ചു. കേരളത്തിലെ ജനത അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ 2 കാര്യങ്ങളാണ്. ഒന്ന്, 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ മലയോര കർഷകർ അനുഭവിച്ചു വന്നൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്, നമ്മുടെ ബ്രേക്കിംഗ് വാർത്തകളായ വിഷയമാണ്. എന്താണ്? സ്വന്തമായിട്ട് പതിച്ചു കിട്ടിയ ഭൂമി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനെ ക്രമപ്പെടുത്തുന്ന ഒരു ചട്ടം ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ചട്ടം അംഗീകരിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം വന്ന ദിവസമാണിന്ന്. ഇന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ വേണ്ടിയാണ് ആ പത്രസമ്മേളനം വിളിക്കുന്നത്. ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കേരളത്തിൽ എത്രയെത്ര മലയോര കർഷകർക്ക് ഗുണകരമായൊരു പദ്ധതിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. എന്താണ് ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ടേക്ക്? ഇത് കേരളം ആയിരുന്നില്ലേ? ഈ യുദ്ധം കൊണ്ട് കേരള ജനത അറിയാതെ പോയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. എന്തറിഞ്ഞു പോയി? എന്ത് വാർത്താ സമ്മേളനത്തിൽ ആര് ചർച്ച ചെയ്തു? ഇന്ന് എത്ര മീഡിയകളിൽ ചർച്ചയാണ് ഈ വിഷയം? മലയോര കർഷകരിൽ അവരുടെ ഭൂമി പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം കേരളത്തിലെ കർഷകർക്ക് ഇതാ ചട്ടം 6 പതിറ്റാണ്ടിന് ശേഷം ലഭ്യമാവുന്നു എന്നുള്ള വിവരം കേരളം അറിയാതെ പോയതിൻ്റെ കാരണം എന്താണ്? ഒരു ഭാഗത്ത് ബോംബ് പൊട്ടിക്കാൻ നടക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ പൊട്ടിക്കും, കാളെ പൂട്ടാൻ നടക്കുകയാണ് പ്രതിപക്ഷം. അതാണോ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം? പ്രതിപക്ഷം അതാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ കാള ഓഫീസിലുണ്ടോ, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കലാണോ? ഇന്ന് മറ്റൊരു സുപ്രധാനമായ വിധി വന്നല്ലോ ഹൈക്കോടതിയിൽ നിന്ന്. എന്തായിരുന്നു വിധി? പ്രതിപക്ഷം പല ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നല്ലോ AI ക്യാമറ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റേത് ബന്ധു അടക്കം ഉൾപ്പെട്ടിരിക്കുന്ന കേസ് എന്ന മട്ടിലല്ലേ അത് അവതരിപ്പിക്കപ്പെട്ടത്? പല തവണയായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നില്ലേ? ഒടുവിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് പരിഗണിക്കാൻ കഴിയില്ല, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ആ കേസ് നിലനിൽക്കില്ല. ആ കേസ് എടുത്ത് കളഞ്ഞില്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നത്? ഞാൻ കണക്കെടുത്ത് നോക്കുകയായിരുന്നു. ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര തെളിവ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട എത്രയെത്ര കേസുകളുണ്ട്. ഞാനൊന്ന് എണ്ണിപ്പറയാം. തോട്ടപ്പള്ളി മണൽവാരൽ വിജിലൻസ് കോടതി തള്ളിയില്ലേ? എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ സാധിച്ചോ പ്രതിപക്ഷത്തിന്? ബ്രൂവറി ആരോപണം ഹൈക്കോടതി തള്ളിയില്ലേ പാലക്കാട്ടെ കാര്യത്തിൽ? എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? EP ജയരാജനെതിരെ ബന്ധു നിയമന കേസ് വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കിയില്ലേ? തെളിവ് കൊടുക്കാൻ സാധിച്ചോ ആ കേസിൽ? പിന്നീട് തിരിച്ചു വന്നില്ലേ അധികാരത്തിലേക്ക്? പിന്നീട് തിരിച്ചു വന്നില്ലേ മന്ത്രിസ്ഥാനത്തേക്ക്? മന്ത്രി J. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ തോട്ടണ്ടി ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയില്ലേ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്? ഇന്നും അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ കോടതി തള്ളിയതിനു ശേഷം MM മണിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി, അന്ന് ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതും ഹൈക്കോടതി തള്ളിയില്ലേ? PP കോവിഡ് കിറ്റുമായി ബന്ധപ്പെട്ട ഹർജി ലോകായുക്ത ഹർജി തള്ളിയില്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് K-ഫോൺ അഴിമതി ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ? ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം AI ക്യാമറ, K-ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം കോടതികൾ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അവിടെ പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടു കൂടി ഗൗരവമേറിയ ഒരു വിഷയം കോടതിയുടെ മുമ്പിൽ നിലനിൽക്കത്തക്ക രീതിയിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ എന്നുള്ളതാണ്. അതാണ് ജിമ്മി പറയുന്നത് ഞാൻ കേട്ടത്. ആംബുലൻസുമായി ബന്ധപ്പെട്ട വിഷയം, അതും ഇന്നത്തെ ഈ വിവാദത്തിനിടയിൽ മുങ്ങിപ്പോയില്ലേ? ഒരു പോസിറ്റീവായിട്ടുള്ള സർക്കാർ വളരെ അഭിമാനപൂർവ്വം കേരളത്തിലെ മലയോര കർഷകർക്ക് കൊണ്ടുവന്നൊരു വലിയ പ്രോജക്റ്റിൻ്റെ വാർത്ത മുങ്ങിപ്പോയി. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആംബുലൻസിനെ കുറിച്ചുള്ള വിവാദവും മുങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് അത് മുങ്ങിപ്പോയത്? ഇത് ഇന്നിപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിഷയത്തിൽ? ഈ C. കൃഷ്ണകുമാർ
കുമാറിന്റെ വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ. ഇന്ന് കൊണ്ടുവരാൻ പോകുന്ന ഒരു ചീറ്റാൻ പോകുന്ന ബോംബ് ഇതായിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യം. അത് പാർട്ടിക്കുള്ളിൽ തന്നെ സി കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം വന്ന് ഉപയോഗിച്ചതാണ്, 2 തവണ ഉപയോഗിച്ചതാണ്. അത് ആദ്യം സിവിൽ കേസായിട്ട് വരുന്ന സമയത്തും രണ്ടാമത് അതിക്രമ കേസായിട്ട് വരുന്ന സമയത്തും ഉപയോഗിച്ചതാണ്. അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായതാണ്. ഇപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതും വസ്തുതയാണ് നമ്മുടെ മുന്നിൽ. അങ്ങനൊരു വേറൊരു പരാതി ആ അർത്ഥത്തിൽ കോടതി എന്റർടൈൻ ചെയ്തിട്ടേ ഇല്ല. ആ കേസ് എടുത്തു പിടിച്ചുകൊണ്ട് വന്ന് സി കൃഷ്ണകുമാറിനെ മുമ്പിൽ നിർത്തി അവഹേളിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയും ഇത് സ്ത്രീ വിഷയങ്ങളിലേക്ക് മാത്രമായി പരിണമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം CPM കൊണ്ടുവന്ന വിഷയമാണോ? ഞാനത് വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ട് ഇന്നിപ്പോൾ റിനി ആൻഡ് ജോർജ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ ചില ആളുകൾ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ഏത് കാര്യത്തിലാണ്? ഈ രാഹുൽ തന്നെ പറഞ്ഞിരുന്നു അത്രേ, ഇതൊരു കോൺസ്പിരസിയാണ്, ഗൂഢാലോചനയാണ് എന്ന് രാഹുൽ തന്നെ KPCCയിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, റിനി ആൻഡ് ജോർജ് എന്ന കോൺഗ്രസിൻ്റെ അനുഭാവി കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത KPCC നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് രാഷ്ട്രീയ സൗഹൃദമുള്ള ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ കണക്കാക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്ന ഈ റിനി ആൻഡ് ജോർജ് ഉയർത്തിയ ആരോപണം ഒരു ഓൺലൈൻ ചാനൽ വന്ന ആരോപണമാണ്. അതാണ് പിന്നീട് ആളിപ്പടരുന്നതും കത്തിപ്പടരുന്നതും അതിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യമാവുമ്പോൾ ഹൂ കേസ് എന്ന ഒരു സൂചനയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നതും അവിടെ നിന്നാണ് തുടർച്ചയായിട്ട് പരാതികൾ ഉണ്ടാവുന്നതും അതിലും വളരെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നതും ഇന്നിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് എൻ്റെ ഒരു സബ്മിഷൻ എന്ന് പറയുന്നത് അവിഹിത കഥകൾ തേടി പോകലല്ല ഇപ്പോഴത്തെ ആവശ്യം. സർക്കാരിന് പറയേണ്ട കാര്യങ്ങൾ അത് ജനങ്ങൾ കേൾക്കുകയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് തെളിവോടുകൂടി ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ അവിഹിത യുദ്ധം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അത്യന്തം മലീമസമാക്കുമെന്ന് മാത്രമല്ല, ഇതിൽ പരാതി പറഞ്ഞ പെൺകുട്ടികളെയും ആ പെൺകുട്ടികളെ പിന്തുണയ്ക്കാൻ വന്ന കോൺഗ്രസ് അനുഭാവികളായ പ്രവർത്തകരെയും വളഞ്ഞിട്ടാക്രമിക്കുന്ന സൈബർ കൊട്ടേഷൻ ടീമുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് അപരാധം ചെയ്താലും തങ്ങളെ രക്ഷിക്കാൻ ഒരു സൈബർ കൂട്ടാളി ഉണ്ടാവും എന്നുള്ള തോന്നൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്, ഉണ്ടായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് അത്യന്തം അപകടകരമായി തീരുന്നത്. ഈ പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ആർജവത്തോടെ കോടതിയിൽ അവതരിപ്പിക്കാനോ പൊതുജന സമക്ഷം അവതരിപ്പിച്ച് തെളിവുകൾ സഹിതം ഈ സർക്കാരിനെ വിചാരണ ചെയ്യാനോ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയതുകൊണ്ടും, നമ്പർ 2, ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ കൊണ്ടുവരുന്ന സ്ത്രീവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ വളരെ പെട്ടെന്ന് തെഞ്ഞു പോകുന്ന ഉയർത്തുന്നതിനാലുമാണ് എന്നാണ്. ഇത് പ്രതിപക്ഷം തിരിച്ചറിയുന്നില്ലെങ്കിൽ പ്രതിപക്ഷം ഒരു വലിയ പരാജയത്തിലേക്ക് പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഇതൊരു ധാർമ്മിക യുദ്ധമേ അല്ല, ഇത് ഒരു മലീമസമാവുന്ന ഒരു രാഷ്ട്രീയ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട്, വാർത്താ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ധർമ്മയുദ്ധമോ എന്നാണ് ചോദ്യം. ശ്രീ ആന്റോ, ഇത് അധർമ്മയുദ്ധമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പീഡനത്തെ മറ്റൊരു പീഡനം വെച്ച് മറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ്. അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ള ധാരണയും കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് ഒരു ബോംബ് പൊട്ടുന്ന കണ്ടില്ലല്ലോ. അത് കയ്യിലിരുന്ന് പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ഒരു കാര്യം ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം എന്താ അറിയോ, കേരളത്തിലെ ഒരു MLAക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തേക്കാണെന്ന്. എന്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? സ്ത്രീകളെ പുറകെ നടന്ന് ശല്യം ചെയ്ത് മാനസിക വേദന ഉണ്ടാക്കി നിർബന്ധിത ഗർഭചിത്രത്തിന് പേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തിയതിനെതിരെ MLAക്കെതിരെ കേസെടുത്തേക്കാണ്. ഇതിന് പിന്നെ എന്ത് ചർച്ച ചെയ്യേണ്ട? കേരളത്തിൽ ആരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് ബാക്കിയെല്ലാം വിട്ടേക്കണമെന്ന് പറയണേ. ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യമാണ്. പീഡന കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണോ, അന്വേഷണം നടത്തുന്നു, അതിൽ MLA മെസ്സേജ് അയച്ചിരിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഇരകളെ കണ്ടെത്തുന്നു, അവരെ ഗർഭിണിയാക്കുന്നു, അവരെ ഗർഭചിത്രം നടത്തുന്നു. അത് ഇനി വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ 1 മിനിറ്റ് മതി 2 മിനിറ്റ് മതി എന്ന് പറയുന്ന ഒരു MLA ഉള്ള സ്ഥലത്ത് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരൊക്കെ എവിടെ പോയി? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അത് പ്രാഥമിക അംഗത്തിൽ പോലും നിർത്താൻ കഴിയാത്ത ആളാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരൊക്കെ എവിടെ പോയി? എല്ലാവരും ഭീഷണിപ്പെടുത്തി ഇരുത്തി.
അല്ല നിങ്ങൾക്ക് അടുത്ത പണി കിട്ടേണ്ടേ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരുത്തി. ഒരാൾക്കും തല വെക്കാൻ പറയില്ല. കെ.സി. വേണുഗോപാലിൻ്റെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിൻ്റെ ഭാര്യ തുടങ്ങി ഇങ്ങ് താഴെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകൾക്ക് വരെ കാമാന്ന് രക്ഷ മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്താവെന്ന് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം, ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇവരെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണം. എന്തെങ്കിലും നടന്നോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയോ? MLA സ്ഥാനം രാജിവെച്ചോ? ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളത്. ശക്തമായി നിലപാട് സ്വീകരിക്കേണ്ട കേസാണ് ഇതെന്ന്. ഇത് കോൺഗ്രസ് അല്ല സമരം ചെയ്യേണ്ടത്. ഇത് കോൺഗ്രസ് എന്ന സമരം ചെയ്യുന്നത് മുഴുവൻ പൊറാട്ട നാടകമാണ്, അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ പൊറാട്ട നാടകം അല്ലാതെ ഇന്ന് C. കൃഷ്ണകുമാറിനെതിരെ ആരോപണം കൊണ്ടുവന്നു. യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയില്ല. എന്തിനാണ് വേണ്ടി ആ സമരം നടത്തിയത്? എന്ത് ആവശ്യത്തിന് വേണ്ടി സമരം നടത്തിയത്? കഴിഞ്ഞ 15 വർഷം ഇല്ലാത്ത കേസ് ഇപ്പോഴെങ്ങനെയാണ് പൊങ്ങി വന്നത്? കേരളത്തിലെ MLA-മാർക്കെതിരെ കോൺഗ്രസിൽ ഇപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, 2 മന്ത്രിമാർക്കെതിരെ ആരോപണം, 2 MLA-മാർക്കെതിരെ ആരോപണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് ഈ നേതാക്കന്മാർക്കെതിരെ എന്തുകൊണ്ട് ഇത്രയും നാൾ സമരം നടത്തിയില്ല? കോൺഗ്രസ് മറുപടി പറയണ്ടേ? ഈ സമരം ഇത്രയും നാളും സമരം നടത്തണമായിരുന്നവർ. ഈ പറയുന്ന MLA-മാർ അവിടെ ഉണ്ടാവാൻ പാടില്ല, MP-മാർ ആ മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തണ്ടായിരുന്നോ? എന്തുകൊണ്ട് നടത്തിയില്ല? ഇപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ഇപ്പോഴല്ലല്ലോ ഓർമ്മ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച കേസ് വന്നപ്പോഴാണോ ഇത് ഓർമ്മ വന്നത്? ആ പീഡനത്തെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് കൂട്ടുവെക്കുന്നല്ല കാണുന്നത്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ ന്യായീകരിക്കുന്നതല്ല കാണുന്നത്. അതല്ലേ കാണുന്നത്. ഇന്ന് കേസെടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? PD സതീശനും പ്രതിപക്ഷ നേതാവിനും, ഈ പറഞ്ഞ KPCC പ്രസിഡന്റിനും, ഈ പറഞ്ഞ AICC നേതാക്കന്മാർക്കും, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് MLA-ക്കെതിരെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച് കൊടുത്ത കേസെടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തേ ഒരക്ഷരം പോലും മിണ്ടാത്തെ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. അന്നേരം എന്താണ് കൃഷ്ണകുമാർ പീഡിപ്പിച്ചോന്ന് അന്വേഷിച്ചെടുക്കുകയാണ്. കൃഷ്ണകുമാർ പീഡിപ്പിച്ചോന്നുള്ള കേസ് അന്വേഷിക്കാൻ 15 വർഷമായിട്ട് കോൺഗ്രസിന് കഴിവില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതികേടാണത്. ഈ കേരളത്തിലെ MLA-യും മന്ത്രിയും ഈ പറയുന്ന പീഡന കേസിൽ പരാതിക്കാരായിട്ടല്ല പ്രതികളായിട്ട് ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഗതികേടാണ്. ഇത്രയും നാളും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോഴാണ്, ഇന്ന് രാവിലെയാണോ അതിനെക്കുറിച്ച് ധാരണ വന്നേ? ഇന്നലെയാണോ? നാളെ 15 വർഷമായിട്ടില്ലാത്ത കേസ് എങ്ങനെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ മെയിലേക്ക് വന്നേ? എങ്ങനെയാണ് വന്നത്? അത് വരുന്നതിന് മുൻപ് 2 മിനിറ്റ് മുന്നേ, 5 മിനിറ്റ് മുന്നെയോ മെസ്സേജ് വരികയാണ്. 5 മിനിറ്റോട് പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ആരത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇതാണ് ഇവർ പറയുന്നത്. ഇതിൽ ഗൂഢാലോചനയില്ല, ഇതൊക്കെ പാർട്ടികൾ ഗൂഢാലോചന ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് BJP അധ്യക്ഷൻ്റെ മെയിൽ പോകാൻ വേണ്ടി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നതാണ് കണ്ടത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ കോൺഗ്രസിൻ്റെ ഗതികേട് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു പാവപ്പെട്ട സ്ത്രീകളെ 1, 2, 3, 4, 5 അല്ലല്ലോ, ഇങ്ങനെ 4, 5, 3, 4 കേസിൽ എത്ര സ്ത്രീജനങ്ങൾ കേരളത്തിലുണ്ട്? ധർമ്മയുദ്ധമോ എന്ന ചോദ്യത്തിന് ധർമ്മയുദ്ധമല്ല, ഇപ്പോൾ നമ്മൾ തെരുവ് യുദ്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ധർമ്മവുമില്ല. ഇരു കൂട്ടരും സ്ത്രീ പക്ഷത്തിൽ നിന്ന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുന്നു എന്ന പ്രതികരണം നടത്തുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി 2 മാസത്തിന് ശേഷം വാർത്താസമ്മേളനം വിളിച്ച് ആദ്യ ഘട്ടത്തിൽ സർക്കാരിൻ്റെ നടപടികളൊക്കെ വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയുന്നത്, ഇത് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്നാണ്. ഈ ആരോപണം വന്ന ശേഷം നമ്മൾ ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതികരണം കേൾക്കുന്നത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണ്. ആദ്യത്തെ പ്രതികരണം ഈ പറഞ്ഞ ഒരു 24 മണിക്കൂറിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. കോൺഗ്രസ് വ്യത്യസ്ത പാർട്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു നടപടി വളരെ പെട്ടെന്നുണ്ടാകുമെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് രാഹുലിനെ നിർവീര്യനാക്കുന്നതാണ്. അദ്ദേഹം MLA സ്ഥാനത്ത് തുടരുമ്പോഴും ഒരു തരത്തിലും പ്രവർത്തിക്കാനാകാത്ത വിധം, ഒരു യോഗത്തിലും പരിപാടികളിലും പങ്കെടുക്കാനാകാത്ത വിധം നിർവീര്യനാക്കി എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ ഒരുമിച്ചുള്ള തീരുമാനമാണ്, അത് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനമല്ല. അവിടെ മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനമാണെന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എടുത്ത നിലപാടിലേക്ക് അങ്ങ് വരണം എന്നുകൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൃത്യമായും രാഷ്ട്രീയം മാത്രമാണ്, ആ പ്രതികരണത്തിൽ രാഷ്ട്രീയം മാത്രമാണ്. ഇനി ഇന്നലെ രോഷം കൊണ്ട് ഇവിടെ കേരളത്തെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ, ബോംബൊന്നും അദ്ദേഹം പറഞ്ഞില്ല, മാധ്യമങ്ങളാണ് പറഞ്ഞത്, കേരളത്തെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വരും എന്ന് പറഞ്ഞ VD സതീശൻ ഇന്നത്തേക്കായപ്പോഴേക്കും അദ്ദേഹം ഒന്ന് സമാധാനത്തിൽ പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ രോഷം വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, എന്നാലും ഇന്ന് പ്രതികരിക്കുമ്പോൾ അത് പിന്നീട് വരുമെന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടാണത്രേ വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഈ C. കൃഷ്ണകുമാറിൻ്റെ വിഷയമൊന്നുമല്ല അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അദ്ദേഹം CPM അല്ലെങ്കിൽ പിണറായി വിജയൻ സംരക്ഷിച്ച സ്ത്രീ പീഡകരുടെ പേരും വിവരങ്ങളും, പേര് പറഞ്ഞില്ല, നേതാക്കൾ ഏതൊക്കെ, എത്ര പേർ മന്ത്രിസഭയിലുണ്ട്, എത്ര പേർ
പേർ പാർട്ടിയിലുണ്ട്. ഓരോ ഘട്ടത്തിലും ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാടുകൾ, പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, അതിനപ്പുറം പല കാര്യങ്ങളുമുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയായിരുന്ന AK ബാലനുമാണ്. അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന അധർമ്മത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അത് എത്ര കാലം ഭരണത്തുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിലൊരു അനക്കവും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ത്രീപക്ഷമൊന്നുമില്ല, അത് ഒരു പാർട്ടിയിലുമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ വിഷയത്തിൽ കാണൂ, ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു. ഈ രാഷ്ട്രീയത്തിലെ വേണ്ട ഇങ്ങനെ ഒരാൾ എന്ന് പ്രതികരിച്ച ഉമാ തോമസിന്, അതോടൊപ്പം തന്നെ താര ടോജോ അലക്സ്, അവർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടിയൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു, സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്നവർ ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അത് സമൂഹമാകെ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിലൊരു വലിയ ധാർമ്മികതയൊന്നും ആരും ഉയർത്തിപ്പിടിക്കേണ്ട. ഇതിപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാൻ CPM നല്ലോണം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരെ തെളിവെണ്ണി കൊണ്ടുവരണം. ആ തെളിവിൽ തീരുമാനത്തിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ എന്നും 3 പേരാണ് കോൺഗ്രസിനെ നേരത്തെ വിജയിക്കുന്നതിൽ മുന്നിട്ട് നിന്നത്. ആ 3 നേതാക്കളുമാണ് എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്കെതിരെയും കൂടി ആക്രമണത്തിലുള്ള ഒരു ആയുധം കിട്ടിയെന്ന മട്ടിൽ അതിനെ പ്രയോഗിക്കാനാണ് CPM ശ്രമിക്കുന്നത്. തിരിച്ചും ഉള്ള യുദ്ധങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ കുട്ടികളാരും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ, ചാനലുകൾക്ക് മുന്നിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ് നടത്തിയൊരു വഷളൻ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനം നടത്തിയതാരാണെന്ന് നമുക്കറിയാം. വാർത്താ സമ്മേളനം നടത്തിയാരാണെന്ന് അറിയാം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അതിനുശേഷം അതിൽ എന്ത് സംഭവിച്ചു എന്നറിയാം. ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു കരുവാക്കി ഒരു സ്ത്രീയെ ഉപയോഗിച്ചത് നമ്മൾ കേരളം കണ്ടതാണ്. അപ്പോൾ ഇത് അവിടെയും ഇവിടെയും നടക്കുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ്. ഇതൊരു ധർമ്മയുദ്ധമല്ല, തെരുവ് യുദ്ധമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ. നമുക്ക് റിസൾട്ട് വന്നാൽ എല്ലാവരും ഒരു അഭിപ്രായമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, 4 പേരുടെ അഭിപ്രായം നോ എന്നാണ്. Meet the editors.